ദേശീയ തലത്തിലും സംസ്ഥാന തലത്തിലും കോൺഗ്രസ് തിരിച്ചു വരണം എന്ന് അദമ്യമായ ആഗ്രഹം ജനങ്ങളിൽ പ്രകടമാണ്. കാരണം കോൺഗ്രസ് ഇതര ഭരണങ്ങളുടെ കെടുതികൾ ജനങ്ങൾ കൃത്യമായി അനുഭവിച്ചു. സ്വന്തം അനുഭവത്തിലൂടെ എന്തെല്ലാം പോരായ്മകളുണ്ടെങ്കിലും കുറവുകളുണ്ടെങ്കിലും രാജ്യത്തിന് വേണ്ടി ജനങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കാൻ പ്രതിജ്ഞാബദ്ധമായി പ്രവർത്തിക്കുന്ന പ്രസ്ഥാനം ജനാധിപത്യ ഭാരതത്തിന്, ജനാധിപത്യ കേരളത്തിന് നേതൃത്വം കൊടുക്കാൻ സാധിക്കുന്നത് കോൺഗ്രസിനും കോൺഗ്രസുമായി സഹകരിക്കുന്ന, കോൺഗ്രസ് നേതൃത്വം കൊടുക്കുന്ന സംവിധാനത്തിനുമാണ് എന്ന് കൃത്യമായി ജനങ്ങൾക്ക് ബോധ്യപ്പെട്ടു എന്നാണ് ഞങ്ങളുടെ വിലയിരുത്തൽ. ഇല്ല, തെരഞ്ഞെടുപ്പിൽ ആരൊക്കെ മത്സരിക്കും മത്സരിക്കില്ല എന്നൊക്കെ തീരുമാനിക്കേണ്ടത് പാർട്ടിയാണ്. പിന്നെ എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ നേരത്തെ കൃത്യമായൊരു നിലപാട് സ്വീകരിച്ചിട്ടുള്ള ആളാണ്. പുതിയ തലമുറ വരട്ടെ എന്നുള്ള അഭിപ്രായക്കാരനാണ്. അതുകൊണ്ട് തെരഞ്ഞെടുപ്പ് രംഗത്ത് പുതിയ തലമുറ മിടുക്കന്മാരായ നല്ലൊരു നിര വന്നിട്ടുണ്ട്. പഴയ തലമുറയുടെ ആ ഒരു അനുഭവ പശ്ചാത്തലമുള്ള അവരും പുതിയ തലമുറയിൽപ്പെട്ടവരും എല്ലാവരും ചേർന്ന് നല്ലൊരു കോമ്പിനേഷൻ, ഐക്യ ജനാധിപത്യ മുന്നണിയുടെ ഒരു നല്ലൊരു കോമ്പിനേഷൻ കേരളത്തിൽ നല്ല രീതിയിൽ വിജയിച്ചു വരും എന്ന കാര്യത്തിൽ ഞങ്ങൾക്ക് ശുഭപ്രതീക്ഷയാണ്. അതൊക്കെ ഒഴിവാക്കുന്നതാണ് നല്ലത് എന്ന കാര്യത്തിലൊന്നും സംശയമില്ല. അത് കഴിയുന്ന നിരുത്സാഹപ്പെടുത്തേണ്ടതാണ്. അതിന് അനിവാര്യമായ സാഹചര്യത്തിലാണ് അങ്ങനെയൊക്കെ സംഭവിക്കുന്നത്. പക്ഷേ ഏതായാലും ഇതൊക്കെ സംബന്ധിച്ച് പാർട്ടി നേതൃത്വമാണ് തീരുമാനിക്കേണ്ടത്. അവരാ കാര്യത്തിൽ യുക്തമായ തീരുമാനമെടുക്കണം. കേന്ദ്ര സർക്കാർ ഇപ്പോൾ ഒന്ന് പിടിച്ചു നിൽക്കാൻ ശ്രമിക്കുകയാണ്. അവർ ജനവിരുദ്ധമായ നടപടികളിലൂടെ, പ്രത്യേകിച്ചും ഈ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ്റെ ജനാധിപത്യ വിരുദ്ധമായ ആ ഒരു പ്രവർത്തനങ്ങൾ, കേന്ദ്ര സർക്കാരിന് മറുപടി പറയാൻ ഒന്നുമില്ല. തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അവരുടെ ആജ്ഞാനുവർത്തിയായി എല്ലാവിധ നിലവാരവും തകർത്തുകൊണ്ട് പ്രവർത്തിക്കുന്നു. അവർ ഒരു രാഷ്ട്രീയ ലക്ഷ്യം വെച്ചുകൊണ്ട് പ്രവർത്തിക്കുന്നു എന്ന് മനസ്സിലാകുന്നു. അവരെയൊക്കെ ഉപയോഗിച്ച് അവരൊക്കെ ആ നിലയിലേക്ക് എത്തിക്കുന്നതിന് പര്യാപ്തമായ രീതിയിൽ ഭരണഘടനാ ഭേദഗതി കൊണ്ടുവന്നവരാണ് ഇവർ. നേരത്തെ സുപ്രീം കോടതിയുടെ 5 അംഗ ഭരണഘടനാ ബെഞ്ച് കൃത്യമായ തീരുമാനമെടുത്തതാണ്, വിധി പ്രസ്താവിച്ചതാണ്. പ്രധാനമന്ത്രി, ചീഫ് ജസ്റ്റിസ് ഓഫ് ഇന്ത്യ, പ്രതിപക്ഷ നേതാവ് ഇവർ ചേർന്ന സമിതി തെരഞ്ഞെടുപ്പ് കമ്മീഷനെ നിശ്ചയിക്കുന്നു. അതിനു പകരം ഭരണഘടനാ ഭേദഗതി കൊണ്ടുവന്ന് ചീഫ് ജസ്റ്റിസിനെ ഒഴിവാക്കി നേരെ തൻ്റെ മന്ത്രിസഭയിലെ ഒരംഗത്തെ നിശ്ചയിച്ച് അതെല്ലാം ഒരു നിരർത്ഥകമായ രീതിയിൽ അങ്ങേയറ്റം നാടിന് അപമാനം വരുത്തി വയ്ക്കുന്ന രീതിയിലുള്ള തെരഞ്ഞെടുപ്പ് കമ്മീഷനെ സൃഷ്ടിച്ചുകൊണ്ട് മുന്നോട്ട് പോയതിൻ്റെ കെടുതി, അതിന് മറുപടി പറയാൻ അവർക്ക് പറ്റുന്നില്ല, ഒരു വിശദീകരണം പറ്റുന്നില്ല. അപ്പോഴാണ് ഇങ്ങനെ ചില പൊടിക്കൈകളൊക്കെ കൊണ്ടുവരട്ടെ, അതെല്ലാം പാർലമെൻറ്റ് ചർച്ച ചെയ്ത് മുന്നോട്ട് കൊണ്ടുപോകട്ടെ. കൂടുതൽ വേണ്ട, അത് ഞാൻ പറയാനുള്ളത് ഞാൻ പറഞ്ഞിട്ടുണ്ട്. അല്ല, അങ്ങനെയല്ല, അതൊക്കെ അതാത് സന്ദർഭങ്ങളിൽ യുക്തമായ തീരുമാനമെടുക്കാൻ പാർട്ടി നേതൃത്വത്തിന് കഴിയുമെന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല. അതിലേക്കൊന്നും ഞാൻ കിടക്കുന്നില്ല. ഏതായാലും വളരെ കാരണം പ്രതിപക്ഷ കേരളത്തിലെ പ്രതിപക്ഷം തന്നെ കേരളത്തിലെ ഭരണകക്ഷി തന്നെ വളരെയേറെ ജനങ്ങളുടെ മുമ്പിൽ അവരുടെ ഉയർന്നു വരുന്ന പല ചോദ്യങ്ങൾക്കും മറുപടി പറയാൻ പറ്റാതെ നിൽക്കുകയാണ്. അവരെക്കുറിച്ചുള്ള ആക്ഷേപങ്ങൾ എത്രയോ വ്യാപകമായി വന്നിരിക്കുന്നു. അവർ മൗനികളായി മാറി നിൽക്കേണ്ട ഒരവസ്ഥയിലാണ് അവർ നിൽക്കുന്നത്. എനിക്ക് തോന്നുന്നില്ല അങ്ങനെയൊക്കെ. കാരണം ആ അമിതമായ ഗ്രൂപ്പിസത്തിൻ്റെ കെടുതികളൊക്കെ നമ്മൾ അനുഭവിച്ച പശ്ചാത്തലമാണുള്ളത്. അതിൽ നിന്നെല്ലാം പാഠങ്ങൾ ഉൾക്കൊണ്ടുകൊണ്ട് ഗ്രൂപ്പുകൾക്ക് അതീതമായി തെരഞ്ഞെടുപ്പിൽ ഒറ്റ ലക്ഷ്യം, പാർട്ടിയും പാർട്ടി നേതൃത്വം കൊടുക്കുന്ന മുന്നണിയും ജയിച്ചു വരിക. അതിനൊക്കെ അതീതമായി തന്നെ മുന്നോട്ട് പോകും, എല്ലാ അർത്ഥത്തിലും മുന്നോട്ട് പോകും. ഇനി വരുന്ന എല്ലാ തെരഞ്ഞെടുപ്പുകളിലും കോൺഗ്രസിൻ്റെ സാധ്യത, കോൺഗ്രസ് നേതൃത്വം കൊടുക്കുന്ന മുന്നണിയുടെ സാധ്യത
വളരെയേറെ മെച്ചപ്പെട്ടിരിക്കുന്നു എന്ന കാര്യത്തിൽ ഒരു സംശയമില്ല.